Ready, steady, go with RJ Nina. കേരളക്കരയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് കോളിളക്കം സിനിമയിലൂടെ നടൻ ജയൻ അന്തരിച്ചു എന്നുള്ളത്. ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് വർക്ക് ചെയ്ത ശ്രീ സോമൻ അമ്പാട്ട് പിന്നീട് 4 സിനിമകൾ സംവിധാനം ചെയ്തു. ഇന്ന് അദ്ദേഹം ഒരു പ്രവാസി മലയാളിയാണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതും അദ്ദേഹമാണ്. മലയാളികൾ ഏറെ ആരാധിക്കുന്ന, ഇന്നും ഒരുപാട് ആരാധകന്മാര് ഉള്ള ഒരു നടൻ തന്നെയാണ് ശ്രീ ജയൻ. അദ്ദേഹത്തിന്റെ അവസാന സിനിമ കോളിളക്കം എന്ന സിനിമ, അതൊരു മൾട്ടി സ്റ്റാറർ സിനിമയായിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടൊരു വൻ വിജയമാക്കി മാറ്റിയ ഒരു സിനിമ. പക്ഷെ ഒരു നടനെ ആ ഒരു സിനിമയിലൂടെ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് നഷ്ടപ്പെടുകയാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിലാണത് ആ ഒരു വാർത്ത കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ചെന്നൈയിലായിരുന്നു ഈ ഒരു സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം? അതൊന്ന് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഈ ചിത്രത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ വക്ത് എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കാണത്. ആ വക്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയി ഈ ചിത്രത്തിന്റെ അവസാനവും. കാരണം ആ ഒരു നിമിഷം എല്ലാം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. ജയൻ എന്ന് പറഞ്ഞ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയൻ, അദ്ദേഹം നേവൽ ഓഫീസറായിരുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്, അദ്ദേഹം എല്ലാത്തിനും കൂടെ ചേരും, എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്, ആവുന്നതും ഡ്യൂപ്പിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നാലും പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അവരാരും അത്ര റിസ്ക് എടുക്കില്ല. കാരണം ആ ഒരു ചിത്രം മാത്രമല്ല, പല പ്രൊഡ്യൂസേഴ്സും അദ്ദേഹത്തിന് ഇൻഡസ്ട്രി അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനും അതിന് വേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തിരുന്നു. ചെന്നൈയിൽ നിന്നും വളരെ ദൂരം, മധുരാന്തകം എന്ന സ്ഥലത്തിനപ്പുറമുള്ള ഒരു എയർ സ്ട്രിപ്പിലാണ് ഷൂട്ടിംഗ് നടന്നത്. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജയൻ സഹോദരനായ സുകുമാരന്റെ ഹെലികോപ്റ്ററിൽ കയറി, ബാലൻ കെ നായർ എന്ന വില്ലൻ ഹെലികോപ്റ്ററിൽ കയറി പോകുന്ന സമയത്ത് ആ ഹെലികോപ്റ്ററിൽ പിടിച്ചു കയറി അദ്ദേഹത്തിനെ താഴെ കൊണ്ടുവരണം. അങ്ങനെ ഒരു രംഗമാണ് ചിത്രീകരിച്ചത്. ക്ലൈമാക്സിന്റെ ഒരു ഭാഗമായിരുന്നു അത്. ആ സമയത്ത് എല്ലാ ഷോട്ട്സും എടുത്തു കഴിഞ്ഞു. ഒടുവിൽ ജയൻ ഹെലികോപ്റ്ററിൽ പിടിച്ച് പൊന്തിക്കഴിഞ്ഞാൽ കൈവിടണം. അതാണ് ഷോട്ട്. പിടിച്ചു മോളിൽ കയറുന്നു, അവിടെ എത്തിയ ശേഷം കൈവിടുന്നു. അപ്പൊ താഴെ ഒരു പ്രിക്കോഷൻസ് അത്ര ഹൈറ്റിലല്ല, അത് ചെറിയ ഹൈറ്റിലാണ് സംഭവം. കയറി പിടിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്പിന്റെ ഷോട്ട്സ് ആണ് വരിക. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജയൻ ഒരു നേവൽ ഓഫീസറായിരുന്നു. അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അതിനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കാം അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി പിടിച്ചതിന് ശേഷം, സാധാരണ ഒരാളെ കൊണ്ട് പറ്റില്ല, പക്ഷെ കാല് പൊന്തിച്ച് അദ്ദേഹം ഹെലികോപ്റ്ററിന്റെ റോഡിൽ ലോക്ക് ചെയ്തു. കൈയും കാലും ഒരുപോലെ ലോക്ക് ചെയ്ത സമയത്ത് ബാലൻ കെ നായർ ആക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് രണ്ടുപേരും, ഇപ്പൊ ജയൻ നല്ല വെയിറ്റ് ഉള്ള ആളാണ്, ഹെലികോപ്റ്ററിന്റെ ആ വെയിറ്റ് ബാലൻസ് രണ്ടുപേരും ഒരേ സൈഡിലായി, ബാലൻ കെ നായരും ഇദ്ദേഹം ഒരേ സൈഡിലായി. ഈ ഹെലികോപ്റ്ററിന്റെ ബാലൻസിങ്ങിന് കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ വന്നു. ആ പൈലറ്റ് മാക്സിമം ശ്രമിച്ചു മേലെ കൊണ്ടുവരാനായിട്ട്, പറ്റുന്നില്ലായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം അത് താഴെ ഇറക്കാനായിട്ട് ശ്രമിച്ചു. താഴെ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഒരു ലീഫ് താഴെ തട്ടി, ഒന്നും തട്ടി, രണ്ടാമത്തേതും തട്ടി. അതോടുകൂടെ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് പോയി താഴേക്കിരുന്നു പോയി. നമ്മൾ വിചാരിക്കുന്നത് ഇദ്ദേഹം മുകളിൽ നിന്ന് വീണു എന്നുള്ളതാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് കാലെടുക്കാൻ പറ്റിയില്ല, ലോക്കായി പോയി. കാല് ലോക്കില്ലായിരുന്നെങ്കിൽ ചാടി ഹെലികോപ്റ്റർ മേലേക്ക് പോകും. കാരണം പൈലറ്റ് ഈസ് ട്രെയിനിങ് ടു ലിഫ്റ്റ്, അതാണ്. മേലേക്ക് പോയിണ്ടാവും, ഒന്നും സംഭവിക്കില്ല. പക്ഷെ കാലെടുക്കാൻ പറ്റിയില്ല. നേരെ തലയുടെ പിൻഭാഗം തറയിൽ വന്ന് തട്ടി. ഹെലികോപ്റ്റർ താഴേക്കിരുന്നപ്പോ അദ്ദേഹം അതിനടിയിലായി പോയി. പൈലറ്റിനൊന്നും ആവാതെ പൈലറ്റ് രക്ഷപ്പെട്ടു. ബാലൻ കെ നായർ ചെറിയ കാലിന്റെ ഫ്രാക്ചർ എല്ലാം വന്നു, പുള്ളിയെ എടുത്ത് മാറ്റി. ഇതിനെടുത്ത് ഉടനെ രണ്ടുപേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവരെ എടുത്ത് മാറ്റുന്നതോട് കൂടിയിട്ട് ഹെലികോപ്റ്റർ കത്തിപ്പോയി. അയ്യോ! കാരണം അതിന്റെ ഫ്യൂവലെല്ലാം താഴെ അത് കത്തി. എടുത്ത് മാറ്റിയതിനു ശേഷമാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതോടുകൂടിയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അന്ന് നടന്നത് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, ദൈവത്തിന്റെ എന്താണെന്നറിയില്ല. അന്ന് ചെന്നൈയിൽ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കകം ഹെവി റെയിൻ, ഒരു കോളിളക്കം പോലെ ആയിപ്പോയി. ചെന്നൈ സിറ്റിയിലേക്ക് കാറുകൾക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. ആ കാറുകൾ അവിടെ ഹോസ്പിറ്റലിൽ എത്താൻ വളരെ കുറച്ച് സമയമെടുത്തു. ഈ ഡിലേ എല്ലാം അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ജയൻ എന്ന ആ ഒരു മഹാനായ നടൻ ഇന്നും ഉണ്ടാകുമായിരുന്നു. ബ്ലഡ് ബാക്കില് കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ് സ്കള്ളില്, രക്തം ഊർന്നു പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് മാക്സിമം ട്രൈ ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അനക്കൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ മരിക്കുകയാണ്, നമ്മളെ വിട്ടുപോകാണ്ടായത്. അപ്പൊ ആ മരിക്കുന്ന അവസാന നിമിഷം വരേക്കും ഞാൻ ഹോസ്പിറ്റലുണ്ട്. അദ്ദേഹത്തിന് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് പുറത്ത് കിടത്തുമ്പോഴും വെന്റിലേറ്ററിലെല്ലാം ഞാൻ അടുത്തുണ്ട്. അവസാന ശ്വാസം പോകുന്നവരേക്കും, അവസാന ശ്വാസം പോയി അവസാനം ക്ലാസ്സിൽ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുമ്പോഴെല്ലാം കൂടെ ഉണ്ട്. അന്ന് ആ ഒരു സെറ്റിൽ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അതിൽ ചില രംഗങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു ജയന്റേതായിട്ട്. സോമൻ ചെയ്യുന്ന ക്യാരക്ടർ അതിനെ മനസ്സിലാക്കുന്ന ഒരു സഹോദരനാണെന്ന് മനസ്സിലാക്കുന്ന രംഗം എടുത്തിട്ടില്ലായിരുന്നു.
പക്ഷേ ചിത്രം കാണുന്നവർക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകാന്നല്ലാതെ ചിത്രം കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അത് ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് അന്ന് ഇന്നത്തെ അത്രയും ടെക്നോളജി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് രംഗം എടുക്കുകയായിരുന്നു. ഈ സംഭവം നടന്ന ഉടനെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് കുറെ ഒരു ലോങ് ഗ്യാപ്പ്. അതുകൊണ്ടാണ് 80-ലാണ് ഈ സംഭവം നടക്കുന്നത്. 81-ലാണ് ആ പിക്ചർ റിലീസ് ആവുന്നത്. കാരണം ഒരു ഗ്യാപ്പ് വന്നു, കാരണം എല്ലാവരും ഡൗൺ ആയി. അപ്പൊ ഞാനൊക്കെ വന്നു കഴിഞ്ഞിട്ട് അന്നത്തെ സംഭവം കഴിഞ്ഞ് ബോഡി കൊണ്ടുപോയതിനു ശേഷം ലെഫ്റ്റ് മദ്രാസ് അവിടുന്ന് പോയി. നമുക്ക് മനസ്സൊക്കെ മരവിച്ച പോലെ, കാരണം അത്രയ്ക്കും സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ജയചേട്ടൻ. എന്റെ ഒരു പടത്തില് ഹീറോ ആവാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തു വെച്ചിരുന്നതാണ് അദ്ദേഹത്തിന് അന്ന് അത്രയും അധികം മൂവീസും ആരാധകരും ഉള്ളൊരു സമയത്താണ്, കത്തി നിന്ന സമയം എന്ന് പറയാം അല്ലെ. ഇനി ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇപ്പം ഒരുപാട് നാളുകൾക്ക് മുമ്പ് കേട്ടതാണ് ജയനും ശ്രീ ബാലൻ കെ നായരും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു കയ്യബദ്ധമായിട്ട് ഇതിനെ കുറെ പേര് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? യാതൊരു സത്യമില്ല. കാരണം പ്രത്യേകിച്ചുള്ള ഈ രംഗമെടുക്കുന്ന സമയത്ത് ബാലൻ കെ നായർ ജയനെ ടച്ച് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഓൺലി ആക്ടിങ്. അതിന് ഹെലികോപ്റ്ററിനകത്ത് നിന്നുകൊണ്ട് ആക്ഷൻസിൽ ആക്ട് ചെയ്യുന്നല്ലാതെ ടച്ച് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. അവർ തമ്മിൽ വൈരാഗ്യമോ അതൊന്നുമില്ല. കഥകളുണ്ടാക്കി പറയുന്ന അദ്ദേഹത്തിനോട് ആർക്കും വൈരാഗ്യം തോന്നില്ല. പല ഹീറോസിനെയും ഓവർടേക്ക് ചെയ്ത് വന്നാണ് പുള്ളി. അവർക്ക് വരെ അദ്ദേഹത്തിന്റെ ആരാധനയാണ്. കാരണം ആ ഡിസിപ്ലിൻ അതുപോലെയാണ്. ശ്രീജയൻ അങ്ങനെയായിരുന്നു. എന്തായാലും ഇപ്പൊ സിനിമയ്ക്കുള്ളിലെ നമുക്കറിയാത്ത സിനിമാക്കാരുടെ സിനിമാ കഥകൾ പറഞ്ഞു തരുന്നത് ശ്രീ സോമൻ അമ്പാട്ടാണ്. അദ്ദേഹം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. ഇന്ന് ഇപ്പോ സിനിമയിൽ നിന്ന് വിട്ട് നമ്മളെ പോലെ നമ്മളിൽ ഒരാളായി ഒരു പ്രവാസിയായിട്ട് ഇവിടെ ഒരു ബിസിനസ് ചെയ്ത് കുടുംബത്തോടൊപ്പം താമസമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ഇനിയും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. Ready, steady, go with RJ Nina.